തിളക്കുന്ന കണ്ണാടിച്ചില്ലുകളാണ് ഗസലുകൾ. ഗസലിൻ്റെ എല്ലാ സ്നേഹികൾക്കും ഇന്നത്തെ ഖയാലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി വെരി വെരി ടാലൻറ്റഡ് യങ് പ്ലേബാക്ക് സിംഗർ യാസിൻ നിസാർ. യാസിൻ, വെരി വെരി വാം വെൽക്കം ടു ഖയാൽ. താങ്ക് യു സോ മച്ച്. യാസിനെ ഞാനൊരു കൊച്ചുകുട്ടിയായപ്പോൾ തൊട്ട് കാണുന്നതാണ്. അന്ന് യാസിൻ എന്താ പറയുക, ഒരു മുള്ളംപന്നി വരി മുടിയൊക്കെ ആയിട്ട് എപ്പോൾ ഈ മുടി ഇങ്ങനെ നിൽക്കുള്ളൂ, ഓർമ്മയുണ്ടോ? എന്ത് ചോദ്യം ചോദിച്ചാലും ഒരു റിയാക്ഷനും ഉണ്ടാവില്ല യാസിന്. അന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഷോ ചെയ്തു. പിന്നെ അപ്പോഴാണ് മനസ്സിലായത്, ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് കോമ്പറ്റീഷന് വന്ന യാസിൻ ഹീസ് ഗ്രോൺ സോ മച്ച് ആസ് എ സിംഗർ. ഇപ്പോൾ ഒരുവിധം മലയാളത്തിലെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും വേണ്ടി പാടിക്കഴിഞ്ഞു. തെലുങ്ക്, തമിഴ് ഇതിലെല്ലാം ആക്റ്റീവായിട്ട് പ്ലേബാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ വിക്രമാദിത്യൻ, വിജയ് ബാൽ മ്യൂസിക് ചെയ്തത്. അപ്പം എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഞാൻ അന്ന് കണ്ട കൊച്ചുകുട്ടി ഇപ്പം you've become one of the most promising playback singers young generation. Not just playback ഇപ്പോൾ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പ്ലേബാക്ക് മാത്രമല്ല, ഇപ്പോൾ സൂഫിയാന മ്യൂസിക് ആയാലും ഗസൽ മ്യൂസിക് ആയാലും നല്ല ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഓണസ്റ്റ് സ്റ്റുഡൻറ്റും കൂടിയാണ് യാസിന്. അപ്പോൾ യാസിൻ, ഞാൻ ബാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. വി ഹാവ് എ ഫെൻറ്റാസ്റ്റിക് ബാൻഡ് ഹിയർ. സുശാന്തിനെ അറിയാമല്ലോ, സുശാന്ത് കാലിക്കറ്റ്, റോഹൻ മുംബൈ, വിശാൽ മുംബൈ, തനൂജ് ഓഫ് കോഴ്സ് ഫ്രം കാലിക്കറ്റ്, അമിത് ചൗബെ അഗൈൻ മുംബൈ. അപ്പം ഹൗ ഡു യു ഫീൽ ഇങ്ങനെ ഒരു ഗസൽ അന്തരീക്ഷത്തിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ? ഒരുപാട് സന്തോഷം. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ചെറുതിലെ മുതൽ ചേച്ചി അറിയാം. വീണ്ടും ചേച്ചി ആങ്കർ ചെയ്യുന്ന ഒരു ഷോയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. എത്ര വയസ്സ് തൊട്ട് മ്യൂസിക് പഠിച്ചു തുടങ്ങി? ഐ നോ യു ബീൻ ലേണിംഗ് മ്യൂസിക് ഫ്രം ചൈൽഡ്ഹുഡ്. കർണാട്ടിക് ആയിരുന്നില്ലേ പഠിച്ചിരുന്നത് ചെറുപ്പത്തിൽ? അതെ. ആരുടെ അടുത്താണ് പഠിച്ചത്? എൻ്റെ ആദ്യമായിട്ട് തുടങ്ങിയത് ബീന കുമാരി എന്ന് പറഞ്ഞ ചേച്ചിയാണ്. പിന്നെ ശ്രീ നൗഷാദ് ബാബു സാർ, രാജേഷ് സാർ, മയ്യാനാട് ശ്രീകുമാർ, അങ്ങനെ കുറച്ച് ഗുരുക്കന്മാരുണ്ടായിരുന്നു. കുറച്ച് നാൾ രമേശ് നാരായണൻ സാറിൻ്റെ അടുത്ത് പഠിച്ചിരുന്നു. ഇപ്പം ചെന്നൈയിലല്ലേ? എത്ര വർഷമായിട്ട് ഇപ്പം ചെന്നൈയിൽ? ചെന്നൈയിൽ 3 വർഷമായിട്ട് ചെന്നൈയിലാണ്. അവിടെയാണ് എൻ്റെ PG ചെയ്തത്. MBA ചെയ്തത് ചെന്നൈയിൽ നിന്നാണ്. അങ്ങനെ അവിടെ പ്ലേസ്ഡായി, അങ്ങനെ സെറ്റിൽഡ് ആയതാണ്. ഇപ്പം നോൺ മലയാളം ഫിലിംസിൽ കുറേ പാടി. അപ്പം തമിഴിൽ പാടുമ്പം ഡിക്ഷൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ തുടക്കത്തിൽ? ഓർ ഡിഡ് യു ജസ്റ്റ് ഫ്ലോ, എന്താ പറയുക, ഡിഡ് യു ജസ്റ്റ് മെർജ് ഇൻ വെരി ഈസിലി? നോട്ട് വെരി ഈസി. ആദ്യം പാട്ട് ട്രൈ ചെയ്യുമ്പോഴൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ സ്ലാങ് ആയിട്ട് കുറച്ച് ഫെമിലിയറായി. തമിഴിൽ ഡെബ്യൂ ശ്രീ GV പ്രകാശ് സാറിൻ്റെ പരദേശി എന്ന് പറഞ്ഞ ഫിലിമിൽ അവത്തപ്പയ്യ എന്ന് പറഞ്ഞ പാട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാട്ടിൽ അവിടെ പാടാൻ പറ്റി. ഓക്കെ. GV ഇപ്പം വൺ ഓഫ് ദ ബിസിയസ്റ്റ് മ്യൂസിക് ഡയറക്ടേഴ്സാണ്. അപ്പം നല്ലൊരു ഡെബ്യൂ കിട്ടി എന്നുള്ളതും വലിയൊരു കാര്യമാണ്, വിത്ത് വൺ ഓഫ് ദ റിയലി നോളജബിൾ മ്യൂസിക് ഡയറക്ടേഴ്സ് അറൗണ്ട്. അപ്പം നമുക്കിപ്പോൾ ആദ്യമായിട്ട് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഗസലാണ് ഗുലാം അലി ജിയുടെ തുമാരെ ഹത്മേ എന്നുള്ള ഈ പോയിട്രി ഇപ്പം പാടാം. किसका
गुजर गया वो ज़माना, कहे तो किस से कहे। गुजर